കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസവും കൃപമേൽ കൃപ നൽകി നമ്മെ ജയത്തോടെ അവിടെ നടത്തുന്നല്ലോ ദൈവത്തിന്റെ ദയയ്ക്കും കരുണയ്ക്കായും നന്ദി പറയാൻ തയ്യാറാവാം. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. കീഴേ ശാശ്വത ഭുജങ്ങളാൽ അവിടെ നമ്മളെ വഹിക്കുന്നു. സ്തോത്രം. ആ ശാശ്വത ഭുജങ്ങളിൽ സഹോദരങ്ങളെ നമ്മൾ സുരക്ഷിതരാണ്. അതുകൊണ്ട് ഒരു ശക്തിക്കും നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. ശ്രേഷ്ഠമായൊരു ഭുജം, വീര്യം പ്രവർത്തിക്കുന്ന ഭുജം, ഉയർന്നിരിക്കുന്ന ഭുജം, ബലപ്പെടുത്തുന്ന ഭുജം. എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആ ഭുജത്തിന്റെ ശക്തി ഇന്ന് പകലിലും വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കരയറ്റണം. എന്നെ ബലപ്പെടുത്തുന്ന ഒരു ഭുജമുണ്ട്. ഒരു ദുഷ്ടശക്തിക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാവണം. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യും. യഹോവയെങ്കിലെ സന്തോഷം എപ്പോഴും നമുക്ക് ബലമാവണം. ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സൈന്യത്തിലല്ല, വ്യക്തികളിലല്ല, തന്റെ ശക്തി സമ്പത്തിലല്ല. എന്റെ ശക്തി, എന്റെ ബലം എന്റെ കർത്താവില്, എന്റെ ബലം എന്റെ യഹോവയിൽ. സഹോദരങ്ങളെ, ഇന്ന് പകൽ പറയണം, എന്റെ ബലമായ യഹോവയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കൊരോത്തന്മാർ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് അടുത്ത തുണയെന്നല്ല, ഏറ്റവും അടുത്ത തുണയായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നവരൊക്കെ മാറുമ്പോ കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണ നമ്മുടെ ദൈവം മാത്രമാണ്. ഏതൊക്കെ ശക്തികൾ മാറിപ്പോയാലും ദൈവം എന്റെ ഏറ്റവും അടുത്ത തുണയാണ്, സഹായകനാണ്. അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ ദൈവമായ കർത്താവ് മാത്രമാണ്. വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ശക്തീകരിക്കുന്നത്. എല്ലാവർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ലോകത്തിന് നമ്മളെ സഹായിക്കാൻ, അധികാരങ്ങൾക്ക് സഹായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്ന ദൈവശബ്ദത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. 72-ാം സങ്കീർത്തനം 18-ാമത് വാക്യം. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശലോമോന്റെ ഒരു സങ്കീർത്തനമാണ്. ന്യായം നൽകണമേ, നീതി നൽകണമേ, നിന്റെ ജനത്തെ നയിപ്പാനുള്ള ന്യായത്തോടെ നയിപ്പാനുള്ള വിവേകം എനിക്ക് നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ താൻ പറയുകയാണ്, ദാവീദ് പുത്രന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി. ഏത് ഘട്ടങ്ങളിലും അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം. നമ്മുടെ ദൈവം ചെങ്കടൽ വിഭജിച്ചപ്പോ, ജനത്തെ അക്കരെ കടത്തിയപ്പോൾ, അതിനു മുമ്പ് ചെങ്കടൽ വിഭജിച്ചില്ല, ആർക്കും കഴിഞ്ഞിട്ടില്ല. അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന, ഉണങ്ങിയ നിലത്തൂടെ നടക്കുന്നത് പോലെ ആഴിയിലൂടെ തന്റെ ജനത്തെ നടത്തിയ
ഒരു ദൈവം, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. സ്തോത്രം. യോർദാൻ ആർക്കും വഴിമാറിയിട്ടില്ലായിരുന്നു അതുവരെ. പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ കാൽ, അവരുടെ കാലിന്റെ ഉള്ളംകാലിന്റെ സ്പർശനം ആ വെള്ളത്തിലേറ്റപ്പോൾ കൊയ്ത്ത് കാലത്ത് പോലും കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, വേനൽക്കാലത്ത് സീസണല്ലാത്ത സമയത്ത് പോലും കരകവിഞ്ഞൊഴുകി ജനത്തെ ഭ്രമിപ്പിച്ചിരുന്ന യോർദാന്റെ വ്യാപാരം. അഭിഷക്തന്മാരുടെ കാലിന്റെ സ്പർശനം തട്ടിയപ്പോൾ യോർദാൻ വന്നിടത്തേക്ക് പോയില്ലേ? ജനമുണങ്ങിയ നിലത്തൂടെ അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നടന്നു പോയില്ലേ സഹോദരങ്ങളെ? ഈ ദൈവം മാത്രമാണ് അത്ഭുതങ്ങളുടെ ദൈവം. മരുഭൂപ്രയാണം നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ. വരണ്ട മരുഭൂമി, വെള്ളം കിട്ടാതെ വലയുന്ന അവസരങ്ങൾ, അവർക്ക് വെള്ളം വേണം, ജനം പിറുപിറുക്കാൻ തുടങ്ങിയപ്പോ തീക്കൽപ്പാറയിൽ നിന്ന് ജലത്തെ പുറപ്പെടുവിച്ച ദൈവത്തിന്റെ അത്ഭുതം, താൻ മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ശക്തന്മാരുടെ അപ്പമായ മന്ന കൊടുത്ത ദൈവത്തിന്റെ അത്ഭുതം, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. സ്തോത്രം. പകൽ മേഘസ്തംഭമായി ചൂടിന്റെ കാഠിന്യത്തെ നിയന്ത്രിക്കുന്ന ഒരേസി പോലെ ദൈവം ഇറങ്ങി വരികയല്ലേ മരുഭൂമിയിൽ. തുറസായ സ്ഥലത്തെ ചൂട് നമുക്കറിയാം, മരുഭൂമിയാണ്. ഉഷ്ണക്കാറ്റുകളുണ്ട്, പക്ഷെ അത് ജനത്തെ ഏഷാതെ വണ്ണം മേഘസ്തംഭമായി ഇറങ്ങി വരുന്ന ദൈവം. രാത്രിയിൽ തണുപ്പിന്റെ കാഠിന്യം അതിശൈത്യമേൽക്കാതെ വണ്ണം ഒരു ഹീറ്റർ പോലെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. അത്ഭുതങ്ങളല്ലേ? താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. സ്തോത്രം ചെയ്യാമോ? ഇറച്ചി തോയിച്ചപ്പോ മോശയ്ക്ക് ഒരു സംശയം. സമുദ്രത്തിലെ മത്സ്യത്തെ മൊത്തം പിടിച്ചു കൂട്ടിയാൽ സംഭവിക്കുമോ? 1 മാസത്തേക്കുള്ള ഇറച്ചി, അല്ല എത്ര മാടുകളെ അടക്കേണ്ടി വരും? ചോദ്യം മോശയുടേത് പ്രസക്തമായിരുന്നു. താൻ കണക്ക് കൂട്ടിയപ്പോ ഒരെത്തും പിടിയും കിട്ടാതിരുന്നപ്പോ ദൈവത്തോട് ചോദിച്ച ചോദ്യം. ദൈവം പറഞ്ഞ മറുപടി, മോശേ, എന്റെ കരം കുറുതായിപ്പോയോ? എന്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും. സമുദ്രത്തിന്റെ അടിത്തട്ടി തുറന്ന ദിവ്യാതാന്മാർ തലകളെ കൂട്ടിത്തകർത്തുകൊണ്ട് അതിന് ചിറക് പിടിപ്പിച്ച് പറത്തി തന്റെ ജനം ഇരിക്കുന്നിടത്ത് കൊടുത്ത വലിയ അത്ഭുതമല്ലേ സഹോദരങ്ങളെ? ചിന്തിക്കാത്ത ഇടത്ത് നിന്ന് നിനക്ക് വേണ്ടി പറപ്പിച്ചു തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എത്ര അത്ഭുതമാണ്! ഇനി ഒടുക്കത്തെ നാളിലെ ഞങ്ങളുടെ സഹോദരൻ ജീവിക്കുകയുള്ളൂ, എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ കുടുംബക്കാരും ചാർച്ചക്കാരും വിധി എഴുതിയിടത്ത്, നാറ്റം വെച്ചു എന്ന് പറഞ്ഞയിടത്ത്, സാധ്യതകളെല്ലാം അസ്തമിച്ചു എന്ന് പറഞ്ഞ് വിലപിച്ച കുടുംബത്തിന്റെ വിലാപത്തെ മാറ്റി ലാസറെ പുറത്തു വരിക എന്നുള്ള ആ ഗംഭീരധ്വനിയുടെ മുമ്പിൽ 4-ാം ദിവസം പ്രതീക്ഷ നഷ്ടപ്പെട്ടയിടത്ത് ആ കുടുംബത്തിന്റെ വാക്തത്വത്തെ ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തിയില്ലേ? ഇത് അത്ഭുതമല്ലേ? ഇരമ്പി മറിയുന്ന കടലുകൾ നമുക്കറിയാം, ആഞ്ഞടിക്കുന്ന തിരകൾ, പ്രാണഭയത്തിലായ ശിഷ്യന്മാർ. അവിടേക്ക് അവർ നിലവിളിച്ചപ്പോൾ യേശു ഇത് കണ്ട് അവരെ ഭ്രമിപ്പിച്ച ആ തിരകളെ ചാവിട്ടി ഭേദിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്ന് കാറ്റേ അടങ്ങൂ, കടലെ ശാന്തമാകുമെന്ന് പറഞ്ഞപ്പോൾ തിരകൾ അടങ്ങി, കടൽ ശാന്തമായി, കാറ്റ് നിന്നു. ഇത് അത്ഭുതമല്ലേ? ഇന്ന് പകലിലും ദൈവാത്മാവ് പറയുന്നു, ആഞ്ഞടിക്കുന്ന ചില തിരകൾ, കൊടുങ്കാറ്റുകൾ, ഇതിനെ കണ്ട് ഭയപ്പെടണ്ട. അതിനെ ശാസിക്കാൻ കഴിവുള്ള ഒരമരക്കാരൻ നിങ്ങളുടെ പടകിലുണ്ട്. അത്ഭുതം ചെയ്യുന്ന താൻ മാത്രം
അത്ഭുതങ്ങളെ ചെയ്യുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു പകൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. ഡോക്ടേഴ്സ് മാറ്റി നിർത്തിയത്, തള്ളിക്കളഞ്ഞത്, കുടുംബക്കാർ മാറ്റി നിർത്തുന്നത്, ചാർച്ചക്കാർ പ്രാധാന്യം നൽകാത്തതിനെ ഇന്ന് പകൽ കീസ്റ്റോണാക്കി മാറ്റാൻ കഴിവുള്ള, നിങ്ങളെ നടത്താൻ കഴിവുള്ള, നിങ്ങളെ ശക്തീകരിക്കാൻ കഴിവുള്ള, നിങ്ങളുടെ മുറിവുകളെ കെട്ടാൻ കഴിവുള്ള, നിങ്ങളെ ആത്മാവ് ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പോലെ അത്ഭുതമായി നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവശക്തി ഇറങ്ങുകയാണ്. നിങ്ങളുടെ തലമുറകളിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങുകയാണ്. അഭിഷക്തന്മാരെ നിങ്ങളുടെ മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുകയാണ്. വിശ്വസിക്കുക, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ഇസ്രായേലിന്റെ ദൈവം. എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള, അടയാളങ്ങൾ ചെയ്യാൻ കഴിവുള്ള, വീര്യം പ്രവർത്തിക്കാൻ കഴിവുള്ള, തന്റെ വചനത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ്. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന അങ്ങയുടെ മഹത്വമുള്ള ശബ്ദം ഇന്ന് പകൽ വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. അത്ഭുതങ്ങൾ ഇന്നും തീർന്നു പോയിട്ടില്ല. ഇന്നലെ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും. ആ കാര്യം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. സൗഖ്യം നൽകുന്നതിന് സ്തോത്രം. വഴി തുറക്കുന്നതിന് സ്തോത്രം. അടയാളങ്ങൾ നൽകുന്നതിന് സ്തോത്രം. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, താൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിക്കുന്നു.